വാല്യൂകളൊക്കെ കാണുന്നുണ്ട്. ഇത് ഇത്രയും നമ്മൾ കാണാണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കാണാണ്ട് പഠിക്കണം. പക്ഷെ ഇതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതെല്ലാം തൂക്കുവാണ്. ഇതെല്ലാം തൂത്തിട്ട് ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഓഫ് ചെയ്യുക, കണ്ടതിന് ശേഷം ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റണം. അപ്പോൾ എങ്ങനെയാണ് ഈ വാല്യൂകളൊക്കെ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ വാല്യൂകൾ എങ്ങനെ വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് നമ്മൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാന്നാ പറഞ്ഞ? സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മനസ്സിലോർത്ത് വെക്കുക. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ടാൻ എക്സ് എന്ന് പറയുന്ന ആൾ ആരായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് തന്നെ എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് സൈൻ 0 ആണ്. സൈൻ 0 0, അത് മാറ്റമൊന്നുമില്ല. സൈൻ 0 ആര് തന്നെയാണ്? 0 തന്നെയാണ്. നമുക്കിനി അടുത്ത വേണ്ടത് ആരാ? സൈൻ 30. സൈൻ 30 വരുന്ന ട്രയാങ്കിൾ ഏതാ? ഇതല്ലേ സൈൻ 30 വരുന്ന ഈ ട്രയാങ്കിൾ അല്ലേ? ഓക്കെ, നമുക്ക് സൈൻ 30 വരുന്ന ട്രയാങ്കിൾ ഇതാണല്ലോ. ഇനി സൈൻ ഇക്വേഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, 30യുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആരാ? ഇതല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2 അല്ലേ? അപ്പൊ 30യുടെ താഴത്ത് എന്ത് വരും? 1/2. വന്ന വഴി മനസ്സിലായ? ഇനി അടുത്തത് സൈൻ 45 ആണ് എഴുതുന്നത്. 45 വരുന്ന ട്രയാങ്കിൾ ഇതല്ലേ? 45 എന്താണ് സൈൻ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, 45യുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആരാ? 1. അതിന്റെ ഹൈപ്പോട്ടന്യൂസ് ആരാ? √2. അപ്പൊ എന്തെഴുതാം? 1/√2. ഇനി അടുത്ത 60 വരുന്ന ട്രയാങ്കിൾ ഏതാണെന്ന് നോക്കിയേ. ഇതല്ലേ 60 വരുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ഓക്കെ ആണല്ലോ. സൈൻ ഇക്വേഷൻ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾ ആരാണ്? √3 ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാ? 2 ആണ്. നോക്ക്, നേരത്തെ 30 എടുത്തപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ 60 എടുക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് √3. ഏത് ആംഗിൾ ആണോ എടുക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 60 എടുത്തു, അതിന്റെ ഓപ്പോസിറ്റ് ആരാ? √3. ഹൈപ്പോട്ടന്യൂസ് ആര് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ എന്ത് വരും? √3/2. ഓക്കെ, ഇനി നമുക്ക് സൈൻ 90 വേണം. അതിന്റെ വാല്യൂ എന്താ? സൈൻ 90 എന്ന് പറയുന്ന ആരാണ്? 1. കോസ് 90 കോസ് 0 എന്ന് പറയുന്ന ആര് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ അതിങ്ങനെ ഓർത്താൽ മതി. ഇത് 0, ഇത് 1. ഈ 1 തന്നെ ഇവിടെ വരും, ഇവിടെ വരും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആരാ? കോസ് 30 ആണ് വേണ്ടത്. ഓക്കെ, കോസ് 30 വേണം. കോസ് 30യുടെ ട്രയാങ്കിൾ ഏതാ? ഇതാണ്. എന്തായിരുന്നു കോസിന്റെ ഇക്വേഷൻ? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നോക്കിയേ, 30യുടെ അടുത്ത് കിടക്കുന്ന ആൾ ഇതല്ലേ? അതിന്റെ വാല്യൂ എത്രയാ? √3. ഹൈപ്പോട്ടന്യൂസ് ആരാ? 2 അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? √3/2. അടുത്ത് നോക്കിയേ, അടുത്ത് എന്താ? കോസ് 45 അല്ലേ? 40 വന്നിരിക്കുന്നത് ഇവിടെ അല്ലേ? 45 വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ഇക്വേഷൻ? എന്തായിരുന്നു? അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസെന്റ് ആരായിരുന്നു? 1. ഹൈപ്പോട്ടന്യൂസ് ആരാ? √2. അപ്പൊ എന്തെഴുതാം? 1/√2. അടുത്ത എത്രയാ? 60 അല്ലേ? 60 എവിടെ വരുന്നത്? ഇവിടെ അല്ലേ വരുന്നത്? അഡ്ജസെന്റ് എന്ന് പറയുന്ന ആൾ ആരാണ്? ഇതാണ്, 1 ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാ? 2 അല്ലേ? സോ അപ്പൊ എന്ത് വരും? 1/2. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ 1 വന്ന് ഇവിടെ ആര് വരും? 0 വരും. അപ്പൊ ഇവിടെ ആര് തന്നെ എഴുതാം? 0 തന്നെ എഴുതാം. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 0 1, ഇവിടെയും 1, 0, ഇവിടെയും 0. ഓക്കെ, ഇനി അടുത്ത ടാൻ ആണ് വേണ്ടത്. ടാന്റെ വാല്യൂ എന്താ? ടാൻ ഇക്വേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ് ആരുടെ ഇക്വേഷൻ എന്ന് പറയുന്ന? ടാൻ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം 30 ആണ്. 30 വന്നിരിക്കുന്ന ട്രയാങ്കിൾ ഏതാ? 30 വന്നിരിക്കുന്ന ട്രയാങ്കിൾ ഇതാണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? ഇത്. അഡ്ജസെന്റ് ആരാ? ഇത്. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1/√3. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് 45 ആണ്. 45 ഇവിടെയല്ലേ വരുന്ന? 45 ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഈ ആംഗിൾ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ആംഗിൾ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇതാണ്, അഡ്ജസെന്റ് ഇതാണ്. സോ 1/1 അല്ലേ വരുന്നത്? 1/1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാ? 1 തന്നെയല്ലേ വരുന്നത്. ഇനി അടുത്തത് നമുക്ക് 60 ആണ് വേണ്ടത്. 60 വരുന്ന ട്രയാങ്കിൾ ഇതാണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതാണ്, അഡ്ജസെന്റ് ഇതാണ്. സോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? √3/1. √3/1 എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? √3 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് ടാൻ 90 ആണ്. ടാൻ 90 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻ. ഇതുവരെ ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇൻഫിനിറ്റി എന്ന് പറയും. ഓക്കെ, ഇൻഫിനിറ്റി എന്ന് പറയും. നമുക്ക് ഇൻഫിനിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പം ഈ ഇത്രയും വാല്യൂ ഞാനിപ്പോൾ കാണാണ്ട് പിടിച്ചല്ല എഴുതിയത്. ഞാൻ എങ്ങനെ എഴുതി? ട്രയാങ്കിളുടെ റേഷ്യോ എനിക്കറിയാമായിരുന്നു. 1:√3:2ഉം 1:1:√2 എനിക്കറിയാമായിരുന്നു. സൈൻ്റെയും കോസിൻ്റെയും ടാൻ്റെയും വാല്യൂ എനിക്കറിയാമായിരുന്നു. ആ 2 സാധനം വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ കാണാണ്ട് പിടിക്കേണ്ടത് ഇതല്ല. കാണാണ്ട് പിടിക്കേണ്ടത് എന്താ? ഞാൻ കാണാണ്ട് പിടിക്കേണ്ടത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത ആ 1:1:√2ഉം പിന്നെ സൈനും കോസും ടാനും ഈ വാല്യൂകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണാണ്ട് പഠിക്കേണ്ടത്.
അപ്പൊ ഈ സംഭവം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ഇത്രയും നമുക്ക് എഴുതാം. ഇനി ഇത് പഠിക്കാൻ വേറെ എളുപ്പമൊരു പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഇങ്ങനെ എഴുതി വെക്കാൻ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനെ മാത്രം അങ്ങ് ഓർത്ത് വെക്കുക. അതായത് 0, 1/2, 1/√2, √3/2, 1. അടുത്തതിനകത്ത് ഇവിടെ നിങ്ങോട്ട് തിരിച്ചെഴുതാം. ഫസ്റ്റ് കിടക്കുന്ന ആളെ ലാസ്റ്റ് എഴുതാം. ഓക്കെ, തിരിച്ചെഴുതാം. ഇനി ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 0/1 0 ആണ്. 1/2 ഒരെണ്ണത്തിനാണ് ഡിവൈഡ് ചെയ്യാൻ കാണിച്ചു തരാം. 1/2 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? √3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഫ്രാക്ഷനെ വേറൊരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2/√3. 2 × 2 വെട്ടിപ്പോയി ആര് വന്ന്? 1/√3 വന്നു. ഓക്കെ, ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1/√2 ഡിവൈഡ് ബൈ 1/√2 ആരാണ്? ഇതാണ്. ഇതേ ഡിവൈഡ് ബൈ ആര് കിട്ടിക്കോളും? √3 കിട്ടിക്കോളും. 1/0 എനി നമ്പർ ഡിവൈഡ് ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമുക്ക് നോട്ട് ഡിഫൈൻഡ് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയും ഇതിനെ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാവുന്ന വേറെ ഒരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞു തരാം. അതായത് tan x എന്ന് പറയുന്ന ആള് ആരും കൂടിയാണ്? sin x നെ cos x കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? tan x എന്ന് പറയുന്നത്. ഓക്കെ, sin x ബൈ cos x ആണ് ആരെന്ന് പറയുന്ന tan x എന്ന് പറയുന്നത്. സംശയമുള്ളവർ ഈ കാണുന്നവനെ എല്ലാത്തിനെയും ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടിക്കോളും? ടാന്റെ വാല്യൂ കിട്ടിക്കോളും. അപ്പൊ ഇത്രയും സംഭവം നന്നായിട്ട് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ട് സാധനങ്ങളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചു. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു കൊച്ചു നിൽപ്പുണ്ട്. ഓക്കെ, ഒരു കൊച്ചു നിൽപ്പുണ്ട്. ഇവന്റെ കണ്ണിൽ നിന്ന് നമുക്ക് നേരെ ഹൊറിസോണ്ടലായിട്ട് ലൈൻ വരയ്ക്കാം. ഓക്കെ, അതായത് ഇവൻ നിൽക്കുന്ന തറനിരപ്പിന് പാരലായിട്ട് പോകുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ലൈനെ വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് നോക്കുന്നതും താഴത്തോട്ട് നോക്കുന്നതും കാര്യം ഇമാജിൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കും. കാറാന്ന് വിചാരിച്ചാൽ ഇവിടെ എന്തുണ്ടെന്ന് വിചാരിക്കും? കാർ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഈ പ്ലെയിനെ ഇവൻ നോക്കുന്ന ആംഗിൾ ഇതാണ്. ഇവൻ ഇങ്ങനെ മേലോട്ടല്ലേ? ഞാനിങ്ങനെ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ ലൈൻ. അവിടെ ഞാൻ മേലോട്ട് നോക്കുവാണെങ്കിൽ ആംഗിൾ ഇങ്ങനെയല്ലേ വരുന്നത്? ഈ ആംഗിൾ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ മേലോട്ട് നോക്കുന്ന ആംഗിള്, ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയും. ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഈ കാറ് താഴ്ത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ ലൈനിൽ നേരെ നിന്നുകൊണ്ട് ഇവൻ എന്താ പറയുന്ന? താഴത്തോട്ടല്ലേ നോക്കുന്ന? ആ താഴത്തോട്ട് നോക്കുന്ന ഇവൻ നമ്മള് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോർത്തോണം? അത് മേലോട്ട് നോക്കുന്ന ആംഗിൾ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോർത്തോണം? താഴത്തോട്ട് നോക്കുന്ന ആംഗിൾ ആണ്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. എലിവേഷൻ എന്ന് ഓർക്കുക. എലിവേഷൻ കഴിച്ചാൽ നമ്മൾ മേളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ മേളിലോട്ട് നോക്കുന്ന ആംഗിൾ ആണ് ആരെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ കഴിച്ചാൽ നമ്മൾ താഴത്തോട്ട് വരും. സോ താഴത്തോട്ട് നോക്കുന്ന ആംഗിൾ ആണ് ആരെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് സാധനങ്ങളും ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലങ്ങളിലേക്ക് പോവാം. അപ്പൊ പ്രോബ്ലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തുക. ഞാനിത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രാവിലെ 7 മണിക്കാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വിചാരിക്കുക. ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു 7 മണി തൊട്ട് ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കും, വീഡിയോ കോള് വരുത്തും. ഓരോന്നിന്റെ വാല്യൂ ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചോണം. ആരെയാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കിട്ടിയ ഉടനെ തന്നെ എല്ലാവരും പഠിക്കാൻ തുടങ്ങിക്കോളുക. അപ്പൊ ഈ തന്നിരിക്കുന്ന ആ ഒരു ബോക്സ്, ആ വാല്യൂസ് അതെല്ലാം നല്ല വ്യക്തമായിട്ട് പഠിച്ചോണം. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കും, ചോദിക്കും. അപ്പോൾ അത് പറയണം. ഓക്കെ, പറഞ്ഞില്ലെങ്കിൽ ബാക്കി അന്നേരം നമ്മൾ ഇനി അടുത്ത ക്ലാസ് തൊട്ട് ഇതിന്റെ പ്രോബ്ലങ്ങളായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്.